നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാര വാർത്ത എക്സിൽ പങ്കുവച്ച് നരേന്ദ്രമോദി. രാജ്യവികസനത്തിന് നൽകിയത് മഹത്തായ സംഭാവനയെന്ന് പ്രധാനമന്ത്രി. കണ്ണീരായി തണ്ണീർക്കൊമ്പൻ. ആന ബന്ദിപ്പൂരിലെ ക്യാമ്പിൽ ചെരിഞ്ഞു. പോസ്റ്റ്മോർട്ടം ഉടൻ. മരണകാരണം പരിശോധിക്കാൻ 5 അംഗ സമിതി. അത് അത്യന്തം സങ്കടമുണ്ടാക്കുന്നൊരു കാര്യമാണ്. വലിയൊരു ആഘാതമാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള വിദഗ്ധ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സമിതി അടിയന്തരമായും രൂപീകരിച്ച് അവരും ഈ കാര്യം വിശദമായി പരിശോധിക്കും. ഇത് രണ്ടും ലഭിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായോ എന്ന് നമുക്ക് നിഗമനത്തിലെത്തിച്ചേരാൻ കഴിയും. അതിരപ്പള്ളിയിൽ കാട്ടാന ചരിഞ്ഞു. ഇതാണ് സ്ഥിതി. ഇതിപ്പോ എല്ലാം ഈ 3 വളപ്രയോഗം കഴിഞ്ഞിട്ട് ഇതിപ്പോ ഈ 10 പോയി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. അപ്പൊ ഇനി കുറച്ച് കർഷകരെങ്കിലും രക്ഷപ്പെടേണ്ട ഒരു അവസരമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് കർഷകർ ഞങ്ങൾ ഒന്നാണ്. പല രാഷ്ട്രീയക്കാരും ഉണ്ടായില്ലേ. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം വെള്ളം നൽകാതെ തമിഴ്നാട്. പാലക്കാട് 5 പഞ്ചായത്തുകളിൽ നെൽപ്പാടങ്ങൾ ഉണങ്ങി. കർഷകരുടെ ആരോപണം തള്ളി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മഴ കുറഞ്ഞതാണ് പ്രശ്നമെന്ന് മന്ത്രി. അതല്ല, ഈ മഴ കുറവ് വന്നതിന് എന്താ കൃഷിക്കാർ അതൊന്നും പറയണ്ടേ ആരും. 38% വെള്ളമല്ലേ ഉള്ളൂ. ഈ മഴ കുറവ് വന്നതിന് ഇപ്പം നമ്മൾ മന്ത്രി വിചാരിച്ചാൽ സാധിക്കുമോ? നേതൃത്വം ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് പി സി ജോർജ്. 2019 സുരേന്ദ്രന് ക്രിസ്ത്യൻ പിന്തുണ ലഭിച്ചില്ല. മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ബി.ജെ.പിയിൽ ചേർന്നതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് അഭിനന്ദിച്ചുവെന്നും പി സി. കോൺഗ്രസിന്റെ മഹാജനസഭ നാളെ തൃശൂരിൽ. മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് LDF. സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം പകുതിയോടെ. ജോർദാൻ ആക്രമണത്തിന്റെ തിരിച്ചടി നൽകിയ അമേരിക്ക. ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം. സൈനികർ കൊല്ലപ്പെട്ടതിലെ പ്രതികാരമെന്ന് US. ലക്ഷ്യം കാണും വരെ ആക്രമണം തുടരുമെന്ന് വൈറ്റ് ഹൌസ്. Goes again. Double 100 for Yashasvi Jaiswal, his first in Test match cricket. And the young man has taken to Test cricket like fish to water. കരിയറിലെ 6ാം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേട്ടവുമായി യശസ്വി ജയ്സ്വാൾ. ഗവാസ്കറിനും കാംബ്ലിക്ക് ശേഷം ഇരട്ട ശതകം നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇന്ത്യ 396 റൺസിന് പുറത്ത്. ന്യൂസ് ലൈവ് വിശദമായി. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന. പ്രധാനമന്ത്രി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചതിന് അദ്ദേഹത്തെ ഫോണിലൂടെ അഭിനന്ദിച്ചുവെന്നും പ്രധാനമന്ത്രി കുറിച്ചു. സുവി വിശ്വനാഥൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, ഈ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങൾ നൽകുന്നതിൽ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന കാലഘട്ടം. ഒപ്പം തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ചേർത്ത് വായിക്കണം ഈ തീരുമാനത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു പൊതു വിലയിരുത്തൽ എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന നൽകിയതിൽ? എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന ലഭിച്ച വിവരം പ്രധാനമന്ത്രിയാണ് എക്സിലൂടെ രാജ്യത്തെ അറിയിച്ചത്. പരമോന്നത സിവിലിയൻ ബഹുമതി അദ്ദേഹത്തിന് നൽകുന്നു. ഇന്ത്യയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമാണ് എന്നും മഹത്തരമായിട്ടുള്ള സംഭാവനയാണ് എൽ.കെ. അദ്വാനി രാജ്യത്തിന് നൽകിയിട്ടുള്ളത് എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുന്നു. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, തുടരാം.
എൽദോ, മുതിർന്ന BJP നേതാവും രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അദ്വാനിയെ തേടി പരമോന്നത സിവിലിയൻ ബഹുമതി എത്തിയിരിക്കുകയാണ്. ഭാരത് രത്ന അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ വിവരം അറിയിച്ചത്. എക്സിലൂടെ അല്പം മുമ്പാണ് പ്രധാനമന്ത്രി ഈ വിവരം പറയുന്നത്. മുതിർന്ന രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളാണ് LK അദ്വാനി. അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അദ്ദേഹത്തിന് അതിനുള്ള പരിപൂർണമായ യോഗ്യതയുണ്ട്. മഹത്തരമായ സംഭാവനകളാണ് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി നൽകിയിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു LK അദ്വാനി എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത്. താൻ നേരിട്ട് തന്നെ LK അദ്വാനിയെ ഈ വിവരം അറിയിച്ച് ബന്ധപ്പെടുകയും ചെയ്തു. ഫോണിൽ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും LK അദ്വാനിയെ തേടി ഭാരത് രത്ന എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. 1947 ശേഷമുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ രാജ്യത്തിന്റെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്ത ഒരു നേതാവായിരുന്നു LK അദ്വാനി. അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രിയായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയും LK അദ്വാനിക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ BJPയുടെ ഒരു വളർച്ചയ്ക്ക് കാതലായ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹം 1947 RSSലൂടെയാണ് വളർന്നു വരുന്നത്. അതിനുശേഷം ജനസംഘത്തിൽ അടൽ ബിഹാരി വാജ്പേയിയോടൊപ്പം ഉണ്ടായി. പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന തലത്തിൽ വരെ ഉയരുകയും ചെയ്തു. ഒപ്പം തന്നെ അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി രഥയാത്ര നടത്തിയവരിൽ ഒരു പ്രധാനിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. ഒപ്പം തന്നെ ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത് ചില വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. എങ്കിൽ കൂടിയും അദ്ദേഹം ഇല്ല എന്നത് പലയിടങ്ങളിലും വലിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അവസാനം ഇപ്പോൾ LK അദ്വാനിയെ തേടി ഭാരത് രത്ന എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മിക്കവാറും നമുക്ക് എടുത്തു പറയണം, ഇന്ത്യയിലെ മിക്കവാറും സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്ത ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. നേരത്തെ BJPയുടെ മുതിർന്ന നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്കും ഭാരത് രത്ന സമ്മാനിച്ചിരുന്നു. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയും ഭാരത് രത്ന നൽകി രാജ്യം ആദരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ പരിണാമത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ചയുള്ള വ്യക്തിത്വമായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് മുതിർന്ന BJP പ്രവർത്തകരെല്ലാം തന്നെ പറയുന്നത്. അനന്യമായ യോഗ്യത അദ്ദേഹത്തിന് ഈ ബഹുമതി ലഭിക്കാൻ ഉണ്ട് എന്നും പറയുന്നു. ഏതായാലും 1947 RSSലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം ജനസംഘത്തിൽ അടൽ ബിഹാരി വാജ്പേയിയോടൊപ്പം ഉണ്ടായിരുന്നു. 2002-2004 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും അദ്ദേഹം വിരാജിച്ചു. ഒപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന രീതിയിലും വലിയ തോതിലുള്ള സംഭാവനകൾ അദ്ദേഹം കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും അടൽ ബിഹാരി LK അദ്വാനിയെ തേടി ഇപ്പോൾ ഭാരത് രത്ന എത്തിയിരിക്കുകയാണ്. എൽദോ, സുവി, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുവി സൂചിപ്പിച്ചത്. ഈ അയോധ്യ ക്ഷേത്ര അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനായി രഥയാത്ര, ഇപ്പോൾ അയോധ്യ ക്ഷേത്രം അത് യാഥാർത്ഥ്യമായ ഒരു സാഹചര്യം. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഭാരതരത്നയിലേക്ക് LK അദ്വാനിയെ ചേർത്ത് വെക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ശ്രദ്ധേയമാവുക, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും വിലയിരുത്തപ്പെടുക? എൽദോ, അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച മുൻനിര നേതാക്കളിൽ ഒരാളാണ് LK അദ്വാനി. അദ്ദേഹത്തിനെതിരെ ഈ രഥയാത്ര നയിച്ചു. അതിനുശേഷമാണ് ഈ 96-ൽ ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. BJPയുടെ നേട്ടങ്ങളിൽ ഒന്നായി തന്നെ എടുത്തു പറയുന്നത് ഈ രാമക്ഷേത്രം നിർമ്മിക്കാനായി എന്നാണ്. അതിന്റെ ഒരു കാരണക്കാരിൽ ഒരാളാണ് LK അദ്വാനി എന്നാണ് BJP എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് LK അദ്വാനിയെ ക്ഷണിക്കാതിരുന്നതിനെതിരെ പല തുറകളിൽ നിന്നും വിമർശനമുണ്ടായിരുന്നു. BJPക്ക് അകത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ വലിയ തോതിലുള്ള ചെവി കൊടുക്കാൻ BJP തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകി ആദരിക്കുകയാണ്. ഏതായാലും പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 1947 ആണ് അദ്ദേഹം ഈ
രാഷ്ട്രീയ പ്രവർത്തനവുമായി രംഗത്ത് വരുന്നത്. അതിനുശേഷം സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള രാജ്യത്തിൻ്റെ നിർണായകമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലെല്ലാം തന്നെ LK അദ്വാനി അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും കറാച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത്. കറാച്ചിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും ഉണ്ടായിരുന്നത്. മൈ കൺട്രി മൈ ലൈഫ് ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ആ ആത്മകഥയിൽ ഇതിനെല്ലാം സംബന്ധിച്ച് വിശദമായി തന്നെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. കറാച്ചിയിലെ സ്കൂൾ ജീവിതത്തിൻ്റെ ഓർമ്മകൾ, ഇന്ത്യയിലേക്കുള്ള പലായനത്തിൻ്റെ ഓർമ്മകൾ, ഒപ്പം ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതും 19 മാസത്തെ ജയിൽ ജീവിതം അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്തെ പീഡനങ്ങൾ, അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു LK അദ്വാനി എന്നാണ് പറയപ്പെടുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളും ഇതിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഏതായാലും രാജ്യം ഇപ്പോൾ LK അദ്വാനിയെ ഭാരത് രത്ന നൽകി ആദരിക്കുകയാണ്. ആ കാര്യം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഈ കാര്യം വിശദമായി എക്സിലൂടെ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എൽദോ, LK അദ്വാനിക്ക് ഭാരത് രത്ന നൽകാനുള്ള തീരുമാനം പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി എക്സിലൂടെ പ്രഖ്യാപനം നടത്തുന്നു. വെരി ഹാപ്പി ടു ഷെയർ ദാറ്റ് LK അദ്വാനി വിൽ ബി കൺഫേർഡ് ദ ഭാരത് രത്ന. ഐ ഓൾസോ സ്പോക്ക് ടു ഹിം. അദ്ദേഹവുമായി സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുന്നു. ഈ സമീപ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റ്സ്മാനായി വിശേഷിപ്പിക്കുകയാണ് LK അദ്വാനിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം നൽകിയ സംഭാവനകൾ, രാജ്യ വികസനത്തിന് നൽകിയ സംഭാവനകൾ അത് ഏറെ വിലപ്പെട്ടതാണ്. ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ജീവിതം ആരംഭിച്ച് പിന്നീട് രാഷ്ട്രത്തിൻ്റെ സേവന രംഗത്തേക്ക് ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെയായി ഏറെ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ, ഏറെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വിശിഷ്ട വ്യക്തിത്വത്തിന് ഭാരതരത്നം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി കുറിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ഇടപെടലുകളെയും അദ്ദേഹം ഏറെ പ്രശംസിക്കുന്നു. നരേന്ദ്രമോദി ഔദ്യോഗികമായ എക്സിലൂടെയാണ് LK അദ്വാനിക്ക് ഇത്തരത്തിലൊരു ഭാരതരത്ന പുരസ്കാരം നൽകുന്ന വിവരം ഔദ്യോഗികമായി പങ്കുവച്ചത്. സുവി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ LK അദ്വാനി BJP നേതൃത്വത്തിൽ നിന്ന് അല്പമൊന്ന് അകന്നു നിന്നുവെന്നോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമയം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ സുവി സൂചിപ്പിച്ചതുപോലെ ഇത്രമാത്രം എഫേർട്ട് എടുത്ത, അയോധ്യ ക്ഷേത്രത്തിനായി അത്രമാത്രം പ്രയത്നിച്ച വ്യക്തിത്വം, അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കാത്ത സാഹചര്യമൊക്കെ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു ഭാരതരത്ന നൽകുന്നത് അതൊരു മറ്റൊരു എത്തരത്തിൽ കാണണമെന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും LK അദ്വാനിക്ക് ഇതിലും ഉയരങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു BJP രാഷ്ട്രീയത്തിലെങ്കിലും. എൽദോ, 2013 LK അദ്വാനി എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുന്നത്. വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ BJPക്ക് അകത്ത് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. നാനാജി ദേശ്മുഖ്, ശ്യാമപ്രസാദ് മുഖർജി, അടൽ ബിഹാരി വാജ്പേയി, ദീൻദയാൽ ഉപാധ്യായ എന്നിവർ ചേർന്ന് സൃഷ്ടിച്ചതിനാൽ BJP ഇപ്പോൾ നിഷ്കളങ്ക പാർട്ടിയല്ലെന്നും അദ്ദേഹം എന്നുള്ള ഒരു ആശങ്ക LK അദ്വാനി ആ കാലഘട്ടത്തിൽ പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് സജീവമായ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത് വലിയ വിവാദങ്ങൾക്കിടയാക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ആണ് ഇപ്പോൾ ഭാരത് രത്ന അദ്ദേഹത്തിന് നൽകി ആദരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഏറ്റവും മുതിർന്ന നേതാവ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകി അല്ലെങ്കിൽ തീർത്തും അവഗണിക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ ഭാവിയിലും ഒരു വിമർശനത്തിന് ഇടയാക്കും എന്ന ചില കണക്കുകൂട്ടുകൾ കൂടിയായിരിക്കണം ഇപ്പോൾ അദ്ദേഹത്തെ ഭാരത് രത്ന നൽകി അംഗീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകിയിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, 7 പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്തെല്ലാം രാഷ്ട്രീയവും സാമൂഹികവുമായ പരിവർത്തനങ്ങൾ ഉണ്ടായോ അതെല്ലാം തന്നെ നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒപ്പം BJPയുടെ വളർച്ചയ്ക്ക് വലിയ തോതിലുള്ള സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്
കൊണ്ടുവന്ന് നൽകി. ഇപ്പോൾ BJP എടുത്തു പറയുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനുൾപ്പെടെ LK അദ്വാനിയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. BJPയുടെ വളർച്ചയ്ക്ക് വലിയ കാതലായ സംഭാവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും RSSലൂടെ ജനസംഘത്തിലൂടെ വളർന്നു വന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായി ഒടുവിൽ 2013 അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിന്റെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അന്ന് എല്ലാ വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുമുള്ള വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഒപ്പം തന്നെ BJPയുടെ അക്കാലത്തുള്ള പോക്കിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് നേരിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വലിയ തോതിലുള്ള തിരിച്ചടികൾ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വലിയ അവഗണനകളും മറ്റും ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ രഥയാത്ര നടത്തിക്കൊണ്ട് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു തുടക്കം കുറിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ BJP എടുത്തു പറയുന്ന ഒരു രാഷ്ട്രീയ നേട്ടം കൂടിയാണ് ഈ അയോധ്യ എന്ന് പറയുന്നത്. ആ BJPയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. ഒപ്പം ഈ പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിൽ അദ്ദേഹത്തിനെ ക്ഷണിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കി. അത്തരത്തിലുള്ള തിരിച്ചടികളെല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു മുതിർന്ന നേതാവിനെ അംഗീകരിക്കാതിരിക്കുന്നത് ഭാവിയിൽ ഇനിയും വിമർശനങ്ങൾക്കിടയാക്കും എന്നൊരു വിലയിരുത്തലിന്റെ കൂടെ പശ്ചാത്തലത്തിലായിരിക്കണം ഇപ്പോൾ LK അദ്വാനിക്ക് ഇത്തരത്തിൽ ഒരു ഭാരത് നൽകാൻ BJP തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ. ഏതായാലും LK അദ്വാനിക്ക് പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന നൽകി ആദരിക്കുകയാണ്. അദ്ദേഹം മുതിർന്ന രാഷ്ട്രതന്ത്രജ്ഞനാണ് എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഏതായാലും ശരി, സുബി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. LK അദ്വാനിക്ക് ഭാരത് രത്നം നൽകുമ്പോൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മനു ഭരത് കൂടി ചേരുന്നുണ്ട് ഇലക്ഷൻ ഡെസ്കിൽ നിന്ന്. മനു, 2004, 2009 BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഭൂരിപക്ഷം സ്വന്തമാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യവും ഉണ്ടായി. 2019 വരെ ലോക്സഭയിൽ അംഗവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സുവി പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഒരുപാട് അകൽച്ചകൾ നേതൃത്വവുമായി ഉണ്ടായി. ഒരുപാട് പ്രത്യക്ഷത്തിൽ തന്നെ പ്രഖ്യാപനങ്ങളുമായി, അഭിപ്രായ പ്രകടനങ്ങളുമായി LK അദ്വാനി എത്തുന്ന ഒരു സാഹചര്യം. അതൊക്കെ ഒരു മുൻചരിത്രം. ഈ സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയും അയോധ്യ ക്ഷേത്രം പ്രാൺ പ്രതിഷ്ഠ നടന്ന ഈ സാഹചര്യത്തിൽ ഈ വർഷത്തിൽ തന്നെ ഭാരത് രത്ന നൽകുന്നതിനെ എങ്ങനെ വിലയിരുത്തണം ഒരു പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ? ഇതിന് രാഷ്ട്രീയമായി പല മുഖങ്ങളുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാനായി ഗാന്ധിനഗറിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ അവിടെയൊന്നും LK അദ്വാനിയുടെ പടമുള്ള ഒരു പോസ്റ്റർ പോലും കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ മാർഗദർശക് മണ്ഡലം എന്നൊക്കെ ഉള്ള തരത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്നു എന്ന വലിയ ആരോപണങ്ങൾ ശക്തമാകുമ്പോഴും അതൊന്നും വലിയ മുഖവിലക്കെടുക്കാൻ BJP തയ്യാറായിരുന്നുമില്ല. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഇയറിൽ ഇത്തരത്തിൽ ഒരു നിമിഷം തുടരുക. ഞാൻ KV തോമസ് ഇപ്പോൾ നമ്മൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KV തോമസ്, ഈ LK അദ്വാനിക്ക് ഈ സമയത്ത് ഭാരത് രത്ന നൽകിയ ആ ഒരു ഇടപെടലിനെ എങ്ങനെയാണ് കാണുന്നത്? വ്യക്തിപരമായി അദ്ദേഹം അത് അർഹിക്കുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം കാണാം. പക്ഷേ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. BJPയുടെ വളർച്ചയ്ക്ക് അദ്ദേഹം ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള മറ്റൊരു കാര്യമാണ്. എങ്കിൽ പോലും വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡൽഹിയിലെ നേതാക്കന്മാരിൽ ഒരാളാണ്. ഞാൻ കേരളത്തിൽ ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് അദ്ദേഹം ഉപപ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി അന്ന് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ഡൽഹിയിലുള്ളപ്പോഴൊക്കെ അദ്ദേഹത്തെ പോയി കാണാറുണ്ട്. TV ഷണായും ഞാനും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. TV ഷണയിലൂടെയാണ് കൂടുതൽ അടുത്തത്. TV ഷണ അന്തരിച്ചപ്പോൾ അദ്വാനി വന്നിരുന്നു. അദ്ദേഹം അനുസ്മരണ പ്രസംഗത്തിൽ വന്നിരുന്നു. നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്വാനിയെ കാണുന്നത്. എക്സാക്ട്ലി. അതിനപ്പുറം ഈ അയോധ്യ ക്ഷേത്രം യാഥാർത്ഥ്യമായ ഈ ഒരു സമയത്ത്, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഭാരത് രത്ന നൽകുന്നതിനെ പറ്റിയാണ് ചോദിച്ചത്. സ്വാഭാവിക കാര്യങ്ങൾ പൊളിറ്റിക്കലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അയോധ്യയിൽ ഒരു ക്ഷേത്രം വരുന്നു, അതോടനുബന്ധിച്ച് അവിടെ മുസ്ലിം സഹോദരന്മാർക്ക് മസ്ജിദ് കൊടുക്കുന്നു. ഇതൊക്കെ ഇതിനോടൊന്നും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇത് പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെടുവാണ്. അദ്വാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടോടെ ആയിരിക്കണം പ്രധാനമന്ത്രി ചെയ്തത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി എനിക്ക് അദ്വാനിയോട് താല്പര്യമുള്ള സ്നേഹമുള്ള ഒരാളാണ്. ഏതാണ്ട് 96-97 വയസ്സിലേക്ക് എത്തി നിൽക്കുന്നു LK അദ്വാനി.
അപ്പോൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് ക്ഷണം അത് ആധിക്യം കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വന്നില്ല എന്നുള്ളത് അത് പിന്നീടുള്ള വിശദീകരണങ്ങളെല്ലാം. ഈ BJP നേതൃത്വം ഒരു കാലഘട്ടത്തിൽ അദ്വാനിയുടെ കൈപ്പിടിയിലായിരുന്നുവെങ്കിൽ പിന്നീട് അതിൽ വലിയ മാറ്റം വരുന്നു. പിന്നീട് നേതൃത്വത്തിൽ നിന്നും അത്യാവശ്യം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് BJP നേതൃത്വം അതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെയൊക്കെ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒറ്റക്കെട്ടാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഭാഗത്തുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അദ്വാനിക്ക് സ്വന്തമായൊരു വ്യക്തിത്വമുണ്ട്. പാകിസ്ഥാനിൽ പോയി നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണല്ലോ അദ്ദേഹത്തിനെതിരായിട്ട് പിന്നീട് വന്നത്. പക്ഷെ ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും അദ്വാനിക്കുള്ളൊരു സ്വാധീനം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള ഒരു സ്വാധീനം അത് പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയില്ല. അവിടെയും കാണാം ഒരു രാഷ്ട്രീയ ലക്ഷ്യം. നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതിലെല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അദ്വാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യ ബെൽറ്റിലെ പ്രത്യേക സ്വാധീനം, പാർട്ടിയുടെ സ്വാധീനമുണ്ട്. അദ്ദേഹത്തെയൊക്കെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട്, ബുദ്ധിപൂർവ്വമായി സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വന്നപ്പോൾ തന്നെ അദ്വാനിയെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കുമെന്ന് പണ്ടും പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും ചെയ്തില്ല. അദ്വാനിയെ ഒരു ഘട്ടത്തിൽ പണ്ടും പറഞ്ഞത് നരേന്ദ്രമോദിക്ക് അദ്വാനിയെ ഭയപ്പാടാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു സ്ഥലത്തും അടുപ്പിക്കാഞ്ഞത്. ഏതായാലും ഇന്നിപ്പോ ഇലക്ഷനിലേക്ക് കടന്നു വരുമ്പോൾ ഭാരതരത്ന കൊടുക്കും. വളരെ പ്രഗത്ഭരായ ഒത്തിരി ആളുകൾക്ക് ഭാരതരത്ന കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ ആരും അദ്വാനിക്ക് ഇത് കിട്ടിയത് അനർഹമാണ് എന്ന് പറയാൻ കഴിയില്ല. വളരെ നന്ദി ശ്രീ KV തോമസ് പ്രതികരിച്ചതിന്. KV തോമസ് ആണ് വ്യക്തിപരമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് ഈ ഭാരത് രത്നയ്ക്ക് അർഹിക്കുന്ന ആളാണ് എന്ന് വിലയിരുത്തുന്നു ശ്രീ KV തോമസ്. മനുഭരത്തിലേക്ക് വീണ്ടും സുബി വിശ്വനാഥ് ചേരുന്നുണ്ട്. അപ്പോൾ മനുഭരതും ചേരുന്നു നമ്മോടൊപ്പം. LK അദ്വാനിക്ക് ഭാരത് രത്ന പുരസ്കാരം, രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി, ഭാരത് രത്ന ബഹുമതി നൽകി എന്നുള്ളതാണ് പ്രധാനമന്ത്രി തൊട്ടു മുമ്പ് എക്സിൽ കുറിച്ചതാണ്. അദ്വാനിക്ക് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചുകൊണ്ട് രാജ്യവികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രി കൈകാര്യം ചെയ്തിട്ടുള്ള പാഠവും പാർലമെന്റേറിയൻ രംഗത്തെ പ്രാഗൽഭ്യവുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു എക്സിലൂടെ നരേന്ദ്രമോദിയുടെ ഈ പ്രഖ്യാപനം. LK അദ്വാനിക്ക് ഭാരത് രത്ന നൽകുന്നു. വളരെ ഇമോഷണലാണ് ഈ സമയം, വികാരപരമായി ഞാനിതിനെ കാണുന്നുവെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. LK അദ്വാനിയെ അഭിനന്ദിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ പ്രഖ്യാപനത്തെ പറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റു വാർത്തകളിലേക്ക് പോകാം. കായിക വാർത്തകളിലേക്ക്. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി തിലക്കവുമായി യുവതാരം യശസ്വി ജയ്സ്വാൾ. കരിയറിലെ 6ാമത്തെ മാത്രം മത്സരത്തിലാണ് ജയ്സ്വാൾ ഡബിൾ സെഞ്ചുറി നേടിയത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള യശസ്വി ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി കണ്ടെത്തുന്ന 3ാമത്തെ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായി. In fact, the third youngest after Vinod Kambli and Sunny Gavaskar. A special moment this. Well, really is a magnificent innings. 209 റൺസ് എടുത്ത് ജയ്സ്വാൾ പുറത്തായി. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 396 റൺസാണ് എടുത്തത്. Johnny Bairstow making no mistake. So just on the stroke of drink. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5785, പവന് 46,280. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 4800, പവന് 38,400. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. എല്ലാ ആഭരണ തിരഞ്ഞെടുക്കുന്നത്